നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഏത് നിമിഷവും ഒരു മിസൈൽ വന്ന് പതിക്കുമെന്നും അത് ലോകത്തിനെ തന്നെ വിഴുങ്ങുന്ന കാട്ടുതീയായി മാറുമെന്നുള്ള ഭയത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ. അത് ഏത് രാജ്യം ഏത് സമയത്ത് വിക്ഷേപിക്കുമെന്നത് മാത്രമാണ് ആകെയുള്ള സംശയം എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യുദ്ധത്തിന്റെ അവസാന അതിരും ഭേദിച്ച് രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം കൊല്ലാനും തിന്നാനും തയ്യാറായി നിൽക്കുമ്പോൾ സമാധാനത്തിനുള്ള സാധ്യതകൾ പോലും മങ്ങുന്നുണ്ടോ എന്നുള്ള ഭയമാണ് എവിടെയും നിഴലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലോക നേതാക്കളുടെയും പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് മനുഷ്യരാശിയുടെ ജീവനോളം തന്നെ വിലയുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണവും സൂക്ഷ്മവുമായ വിഷയങ്ങളിൽ ഒന്നാണ്. ഈ പശ്ചാത്തലത്തിൽ ജനീവയിൽ നടക്കാൻ പോകുന്ന മൂന്നാം വട്ട നിർണായക ചർച്ചകൾക്ക് ആഗോള ശ്രദ്ധ പതിഞ്ഞിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതുപോലെ ഒരു ചരിത്രപരമായ കരാറിലേക്കുള്ള വാതിൽ വീണ്ടും തുറക്കപ്പെട്ടിരിക്കുകയാണെന്ന പ്രതീക്ഷ ശക്തമാകും. ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ പുതുമയുള്ളതല്ല. വർഷങ്ങളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ ആയുധ നിർമ്മാണത്തിലേക്ക് വഴിമാറുമോ എന്ന സംശയം ഉയർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ മറുവശത്ത് ഇറാൻ സ്ഥിരമായി ആവർത്തിക്കുന്നത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് എന്നുള്ളതാണ്. വൈദ്യുതി ഉൽപാദനം, മെഡിക്കൽ ഗവേഷണം, ശാസ്ത്രീയ പുരോഗതി തുടങ്ങിയ മേഖലകളിൽ ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അന്താരാഷ്ട്ര നിയമപ്രകാരം തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇറാന്റെ നിലപാട്. ഈ വിഷയത്തിൽ മുൻപ് നടന്ന നിർണായക ഘട്ടം 2015 ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരുന്നു. അന്നത്തെ കരാർ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ കർശനമായ അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് വിധേയമാക്കുകയും അതിന് പകരമായി സാമ്പത്തിക ഉപരോധങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം കരാറിൽ നിന്ന് പിന്മാറിയതോടെ അവസ്ഥ വീണ്ടും വഷളായി. തുടർന്ന് ഉപരോധങ്ങളും പ്രത്യുപരോധങ്ങളും ശക്തി പ്രാപിച്ചു. ഇപ്പോൾ വീണ്ടും ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് ഇരു രാജ്യങ്ങളും സംഘർഷത്തിന് പകരം നയതന്ത്രത്തെ മുൻഗണന നൽകാൻ തയ്യാറാകുന്നുവെന്ന സൂചന തന്നെയാണ്. സാമൂഹ്യ മാധ്യമമായ എക്സ് വഴി അബ്ബാസ് അരാഗ്ചി നൽകിയ സന്ദേശം ഈ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ബലം നൽകുന്നു. പരസ്പര താല്പര്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്ന ഒരു അഭൂതപൂർവമായ കരാറിനുള്ള ചരിത്രപരമായ അവസരമാണ് മുന്നിലുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ ചർച്ചയുടെ ഗൗരവവും സാധ്യതയും ഇത് വ്യക്തമാക്കും. ഒരു പുതിയ കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലെ ശക്തി സമത്വത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികൾ ഇറാന്റെ ആണവ പദ്ധതിയെ ഭീഷണിയായി കാണുന്ന സാഹചര്യത്തിൽ വിശ്വാസയോഗ്യമായ ഒരു കരാർ പ്രാദേശിക സംഘർഷ സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഉപരോധങ്ങൾ ലഘൂകരിക്കപ്പെടുകയാണെങ്കിൽ ഇറാന്റെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ വെല്ലുവിളികൾ ചെറുതല്ല. പരസ്പര വിശ്വാസത്തിന്റെ അഭാവം, മുൻകാല അനുഭവങ്ങളാൽ രൂപപ്പെട്ട സംശയങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവ കരാറിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങളായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കരാർ ഉണ്ടാകണമെങ്കിൽ അത് ദീർഘകാലത്തെ സ്ഥിരത ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം. ജനീവയിൽ ചർച്ചകൾ ഒരു സാധാരണ നയതന്ത്ര കൂടിക്കാഴ്ചയല്ല. അത് ലോക സമാധാനത്തിനും ആഗോള സുരക്ഷയ്ക്കും നിർണായകമായ ഒരു വഴിത്തിരിവാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും പരസ്പര ബഹുമാനവും വിശ്വാസവും മുൻനിർത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ചരിത്രപരമായ അവസരം യാഥാർത്ഥ്യമായി മാറാൻ സാധിക്കും. നയതന്ത്രത്തിന്റെ വിജയം എന്നത് മാത്രം ഇരു രാജ്യങ്ങളുടെ നേട്ടമല്ല, ലോകത്തിനാകെ സമാധാനത്തിനുള്ള ഒരു പുതു വെളിച്ചമായിരിക്കും അത്.